നമ്മൾ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോകുന്നു. അത് ശബരിമലയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു പ്രധാനപ്പെട്ട വിഷയമാക്കി കൊണ്ടുവരാൻ UDF ആഞ്ഞു ശ്രമിക്കുന്നുണ്ട്. ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്ത ആളുകളെ വിജയിപ്പിക്കണോ എന്നാണ് അവർ ആവർത്തിച്ച് ചോദിക്കുന്നത്. പക്ഷെ ആ ചോദ്യത്തിന് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഉണ്ടായിരുന്ന അത്രയും ഒച്ച ഇപ്പോൾ ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം അതിന് ആ വിവാദത്തെ, ആ വിഷയത്തെ ചൂടുപിടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാവുന്നില്ല. കോടതി ഇടപെടലോ അറസ്റ്റുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങളോ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നില്ല എന്നാണ്. പക്ഷെ അതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി. ഇപ്പോൾ കൊടിമരത്തിൽ പൂശാൻ സ്വർണം വ്യക്തികളിൽ നിന്ന് സമാഹരിക്കുകയും അവ മൊത്തം അവിടെ ഉപയോഗിക്കാതെ അട്ടിമറിക്കുകയും ചെയ്തു എന്നൊരു പരാതി UDF ഭരണകാലത്തിനെതിരെ LDF ഉയർത്തിക്കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിജിലൻസ് തന്നെ പിരിച്ചെടുത്ത സ്വർണം മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അത് മടക്കിയിരിക്കുകയാണ്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് UDFന് ആശ്വാസകരമായിട്ടുള്ള സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. പക്ഷെ അത് ഏതെങ്കിലും നിലയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഹെഡ്ലൈൻ ആക്കാൻ, അത് ഉയർത്തിക്കൊണ്ടുവരാൻ, അതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ, വോട്ട് വിഷയമാക്കാൻ എത്ര കഴിയുന്നുണ്ട് UDF എന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. സാജുവിന് എന്താണ് തോന്നുന്നത്? സാജു, ശബരിമല അവർക്ക് വലിയ തോതിൽ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതിനെ ഒരു പോൾ സബ്ജക്റ്റ് ആക്കാൻ UDF ഇനിയും പറ്റിയിട്ടുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തുടങ്ങിയതിനു ശേഷം അത്രത്തോളം UDFന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് വീണ് കിട്ടിയത് ഒരു സുവർണ അവസരമാണ് UDFനെ സംബന്ധിച്ചിടത്തോളം. അതായത് ഈ വിഷയം എന്തിനാണ് കൊടിമരം ഉയർത്തിക്കൊണ്ടുവന്നത്? ഞങ്ങളുടെ കാലത്ത് മാത്രമല്ല, നിങ്ങളുടെ കാലത്തും ശബരിമലയിൽ പലതും നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഈ കൊടിമര വിവാദം ഉയർത്തിക്കൊണ്ടുവന്നത് സത്യത്തിൽ. കാരണം അപ്പറെ പടയായിട്ട് ജയിലിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ അതിന് പലരെ മാറ്റി നിർത്തി എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പായപ്പോഴാണ് മാറ്റി നിർത്തിയത്. പക്ഷെ അതിനപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല. CPMന് അവിടെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇത് വീണ് കിട്ടിയ ഒരു അവസരമാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ എന്താണ്? അതിലേക്ക് നോക്കുമ്പോൾ ആ സംഭാവന കൊടുത്ത 27 പേരിൽ 23 പേരുടെയും മൊഴി എടുത്ത ശേഷമാണ് അന്വേഷണ സംഘം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ? അവിടെ വന്ന 452 ഗ്രാമോളം സ്വർണം അത് പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അജയ് തറയിലിന് മാത്രമല്ല കോൺഗ്രസിൽ ശ്വാസം വീണത്. അതിനകത്ത് ആ റിപ്പോർട്ടിൽ ഒരു വരിയെങ്കിലും എതിരുണ്ടായിരുന്നെങ്കിൽ അത് കോൺഗ്രസിനെ കൂടി ഇതിനകത്ത് പിടിച്ചു കുലുക്കുമായിരുന്നു. ഇത് ശബരിമലയിൽ നടക്കുന്ന എല്ലാ ക്രമക്കേടും ഒരേ ബാലൻസ് ചെയ്യാൻ വേണ്ടി CPMന് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അതിനെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഇന്നത്തത്. പക്ഷേ ശബരിമല ഇന്ന് വീണ്ടും ഉന്നയിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹം കുന്നത്തുനാട്ടിലായിരുന്നു എന്ന് തോന്നുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. അവിടെ അദ്ദേഹം ഇത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അതിനകത്ത് പറഞ്ഞു വെച്ച വാചകം ഇതാണ്: ഞങ്ങളും നിങ്ങളെപ്പോലെ അല്ല എന്ന് കാര്യം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞിട്ടില്ല. അവർ ഡീലിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആ ഡീലിലേക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ CPMന് എത്തിച്ചേരേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇത് അവസാന ദിവസങ്ങളിൽ ഈ സ്വർണ്ണക്കൊള്ള ഒരു ആയുധമായിരിക്കും UDFൻ്റേത് എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. അപ്പോൾ അവർക്ക് ഞങ്ങൾ ക്ലീൻ ചിറ്റാണ് എന്ന് പറയാൻ കിട്ടിയ ഒരു അവസരമാണ് ഇന്നത്തെ റിപ്പോർട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജിമ്മി, ഈ ശബരിമല വിവാദം ഞാൻ ഇതിനെ മാത്രമേ എടുക്കുന്നില്ല. ശബരിമല വിവാദം വലിയ തോതിൽ ലോക്കൽ ബോഡിയിൽ ഗുണമുണ്ടാക്കിയ ഒന്നാണെന്ന കാര്യത്തിൽ തർക്കമില്ല. അത് സർക്കാരിനെ ഭയങ്കര ഡിഫൻസിലാക്കിയ ഒന്നുമാണ്. പക്ഷെ അതിനകത്തൊരു ഈ അസംബ്ലിയിൽ ഒരു ഫൈനൽ പുഷ് വേണ്ടതില്ല. അത് ഓൾറെഡി സംഗതി ഡണ്ണാണ്, വർക്കായിക്കോളും എന്ന് UDF വിചാരിക്കുകയാണ്. അറിയില്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ശബരിമല അങ്ങനെ വലിയ വിഷയമായോ എന്നുള്ളത് നമ്മൾ അതിന് ശേഷമാണ്. സ്വാമിയെ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞ പാട്ടൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് നമ്മളങ്ങനെ ആക്റ്റീവായിട്ട് ഇത് കറങ്ങിയിരുന്നു നമ്മൾ അറിഞ്ഞത്. അതിന് ശേഷമാണ് ഇത് ഭയങ്കര ഹിറ്റാവുകയും ബഹളമാവുകയും ചെയ്തത്. എന്താണ് UDFൻ്റെ സ്ട്രാറ്റജി എന്ന് എനിക്കറിയില്ല. സമയം കുറവായതുകൊണ്ടോ പിന്നെ അതിഗംഭീര മിഷനറി ആയതുകൊണ്ട് വിചാരിച്ച് നടക്കണമെന്ന് നിർബന്ധം തോന്നുന്നില്ല. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശബരിമല സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട് കൊടിമരം പൊങ്ങി വന്നതിൻ്റെ പശ്ചാത്തലം ഓർക്കണം. ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമല്ല, വിജിലൻസ് ആണ് ഈ കടലാസുമായിട്ട് വരുന്നത്. കോടതിയുടെ മുമ്പിൽ ഇത് വരികയും ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണം എന്ന് പറയുകയുമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അപ്പോൾ കോടതി പറഞ്ഞു അതിപ്പോൾ വേണ്ട, അത് നിങ്ങൾ തന്നെ അന്വേഷിച്ച് അത് തീർത്താൽ മതി എന്ന് പറഞ്ഞ് അത് കൂട്ടിക്കെട്ടാനുള്ള ശ്രമം പരാജയപ്പെടുത്തുകയായിരുന്നു. സത്യത്തിൽ ശബരിമലയിൽ കുറേ കാലമായി നമ്മുടെ റിപ്പോർട്ടിംഗ് കാലം എടുക്കുന്നത് ശബരിമലയിൽ എല്ലാ കാലത്തും ഒരുപാട് അഴിമതി ആരോപണങ്ങളുടെ പല കഥകളും പല കാര്യത്തിലും ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. എവിടെ തൊട്ടാലും നിങ്ങൾക്കൊരു അഴിമതിയുടെ ഒരു സാധനം പൊക്കിയെടുക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇതിൽ പിടിക്കുന്നത്. ഇതിൻ്റെ തുടക്കം കൊടിമരമല്ല, കൊടിമരത്തിൻ്റെ മുകളിൽ വെച്ചിരുന്ന വാജിവാഹനമായിരുന്നു. ഈ വാജിവാഹനം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പോയി തന്ത്രിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അത് വലിയ കുറ്റമായിട്ട് പറയുകയാണ്. സത്യത്തിൽ അന്ന് കിട്ടിയ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ വിചാരിച്ചത് എന്തോ ഭയങ്കര സംഭവമാണെന്നാണ്. അത് വലിയ കോൺട്രവേഴ്സിയായി മാറും എന്ന് വിശ്വസിച്ചൊരു മാധ്യമപ്രവർത്തകനുമാണ് ഞാൻ. പക്ഷെ അത് എവിടെ പോയി? ഈ വാജിവാഹനം അവിടെ തന്നെ ഉണ്ട്. പരസ്യമായി വാജിവാഹനം കൈമാറുന്നതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ വലിയ കോലാഹലമാണ്.
പക്ഷെ അതിനുശേഷം കോടതി എന്താ പറയുന്നത്? വാജിവാഹനം അവിടെ തന്നെ ഉണ്ട്, മോഷ്ടിച്ചുകൊണ്ട് പരസ്യമായി കൊടുത്തു, അതെങ്കിൽ തിരിച്ചു വാങ്ങിച്ചു, ശരി, അത്രേ ഉള്ളൂ. ഇനി ശബരിമലയിലെ കൊടിമരത്തിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പറ അത് മാറ്റിയിട്ട് പുതിയത് വെച്ചപ്പോൾ വേറെ ആരെങ്കിലും ഇതിനകത്ത് വന്നു, ഇത് കൈമാറിയോ? ഇത് മുഴുവൻ പരിശോധിച്ച ശേഷം അതില്ല എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മല പോലെ വന്നത് എലി പോലെ പോവുകയാണ്. ഇതിനകത്തുള്ളൊരു വിഷയം, അതിൽ തൊട്ടാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നും അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് കലക്കാമെന്നാണ് വിചാരിച്ചത്. അത് പാടെ പൊളിഞ്ഞുപോയി. അതിൻ്റെ അർത്ഥം ശബരിമലയിൽ 2016 അല്ലെങ്കിൽ 2017 ഇടതുപക്ഷ ബോർഡ് വന്നതിന് ശേഷമാണ് അഴിമതി തുടങ്ങിയതെന്നല്ല. പക്ഷേ ഉന്നം വെച്ച മാങ്ങ മാറിപ്പോയി. അത് സംഭവം വേറെ ആയിരുന്നു. അങ്ങനെ ഒരു വളരെ വലിയൊരു പാളിച്ച സംഭവിച്ചു എന്ന് മാത്രമല്ല, നോക്കണം, ഇതിൻ്റെ ഒരു ടൈമിംഗ് നോക്കണം. തെരഞ്ഞെടുപ്പിന് ഇനി 14 ദിവസം ബാക്കി നിൽക്കെ UDFിൻ്റെ കയ്യിലേക്ക് ഒരു പുതിയ ആയുധം കൂടെ വരികയാണ്. കള്ള ആരോപണമായിരുന്നു ഞങ്ങളുടെ ആളുകളെ. ഓർമ്മയുണ്ടല്ലോ, ഈ കഴിഞ്ഞ മാസമൊക്കെ ഓരോ സ്ഥലത്ത് മൈക്ക് കെട്ടിയും മൈക്ക് കെട്ടാതെയും മാധ്യമപ്രവർത്തകരും അല്ലാത്തവരൊക്കെ വെച്ച് അലക്കിയത് ഓർമ്മയുണ്ടോ? എവിടെ പോയി നമ്മുടെ അജയ് തറയിൽ, എവിടെ പോയി അയാൾ, എവിടെ പോയി മറ്റവൻ മറിച്ചെന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമായിരുന്നു ന്യൂസ് റൂമുകളിലൊക്കെ. അതാണ് പൊളിഞ്ഞത്. അത് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരുന്നു. ഇനിയിപ്പോൾ വളരെ സ്വാഭാവികം, ഇപ്പം നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടില്ലേ, ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം നമ്മൾ മിണ്ടിയോ ശബരിമല? ഇല്ലല്ലോ. വീണ്ടും ശബരിമല വരികയാണ്. അപ്പോൾ ചോദ്യം വീണ്ടും വരും, ആ സ്വർണ്ണം എവിടെ പോയി? ശബരിമലയിലെ ഇളക്കിക്കൊണ്ട് പോയ ദ്വാരപാലക ശില്പപാളിയിൽ വെച്ച് എവിടെ പോയി? ഈ അന്വേഷണം എന്തായി? പത്മകുമാറിനെ, ഇപ്പം നേരത്തെ റാവു പറഞ്ഞതുപോലെ പത്മകുമാറിനെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞത് അത് നമ്മൾ കേട്ടില്ലല്ലോ. ഇപ്പോഴാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് മുഴുവൻ ചർച്ചയിലേക്ക് വരികയാണ്. അയ്യപ്പനുണ്ട് എന്ന് UDFിന് വിചാരിക്കാൻ പറ്റിയ ദിവസം. അല്ല അജിംസ, ഇപ്പൊ ഈ സർക്കാരിന് തന്നെ വിജിലൻസ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് റിപ്പോർട്ട് കൊടുക്കുകയാണ് UDF കുഴപ്പക്കാരല്ല എന്ന്. അത് അത്ഭുതം തോന്നിയത് കണ്ടപ്പോൾ. അത് വേണേൽ വൈകിയായിരുന്ന റിപ്പോർട്ടല്ല. അതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, തെരഞ്ഞെടുപ്പ് കാലത്തെ പോലീസ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ പോലീസാണ്. അത് സർക്കാരിന് അനുകൂലമായിരിക്കില്ല പലപ്പോഴും. കാരണം ഇനി വരാൻ പോകുന്ന ആരാണെന്ന് അവർക്ക് തന്നെ ഉറപ്പില്ലല്ലോ. അപ്പോൾ ഇനി എങ്ങാനും വന്നു കഴിഞ്ഞാൽ നമ്മളെ ഓടിക്കേണ്ട എന്ന് കരുതിയാൽ അതൊരു പഴയ ചൊല്ലാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ റിപ്പോർട്ട് എടുത്തത്. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, ഈ ശബരിമല എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാവുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഈ ശബരിമല വിഷയം ഏറ്റവും രൂക്ഷമായി ബാധിക്കുന്ന മേഖല തെക്കൻ കേരളമാണ്. തെക്കൻ കേരളത്തിൽ അത്ര വടക്കൻ കേരളത്തിൽ ശബരിമല ഒരു രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കാൻ കഴിയില്ല. അപ്പോൾ UDFിൻ്റെ മുമ്പിലെ സ്ട്രാറ്റജി ഇപ്പോൾ ഈ BJP ഡീൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ശബരിമല മുതൽ RSS CPM ബാന്ധവം ഉൾപ്പെടെയുള്ള അവർ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക. പകരം ഈ തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ട്. അതാണല്ലോ പ്രശ്നം. മുമ്പ് കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ചെയ്തു എന്ന് ഇവർ ആരോപിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ മുഴുവൻ വിഴുങ്ങിയിട്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഡീലുണ്ടെന്ന് ആവർത്തിച്ച് പറയുന്നതിൻ്റെ പിന്നിൽ ഉദ്ദേശം എന്തായിരിക്കും? അതായത് UDFിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്ലാനിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിന് ശേഷം, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ഒരു മാറ്റം വന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം അവർ നേരത്തെ പ്ലാൻ ചെയ്തു വെച്ച രീതിയിലല്ല ഇത് മുന്നോട്ട് പോകുന്നത്. അവർ പ്ലാൻ ചെയ്ത സ്ഥാനാർത്ഥി പട്ടിക പോലും അല്ല. അപ്പോൾ ഇപ്പോൾ എന്താണ് വേണ്ടത്? ഇപ്പോൾ വേണ്ടത് BJP വിരുദ്ധ സെക്യുലർ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക. ഡീലുണ്ട് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് BJPക്ക് കുറച്ച് സീറ്റുകൾ കിട്ടാൻ പോകുന്നു, CPM വീണ്ടും വരാൻ പോകുന്നു. ഈ രണ്ട് നറേറ്റീവുകളാണ്. മൂന്നാം പിണറായി വിജയൻ വരാൻ പോകുന്നു, BJP 1-2 സീറ്റുകൾ നേടാൻ കഴിയുന്നു. അപ്പോൾ അതിനെ ചെറുക്കണം എന്ന് പറയുന്ന വോട്ട് ബാങ്ക് ഉണ്ടല്ലോ, അവരുടെ ഒരൊറ്റ വോട്ട് പാഴാകാതെ UDFിന് പോൾ ചെയ്യിപ്പിക്കുക. അതല്ലാതെ ഇതിന് പിന്നിൽ വേറെ എന്തെങ്കിലും ഒരു തന്ത്രം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ശബരിമല എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് വെച്ചാൽ, ഒന്ന്, അതൊരു പാൻ കേരള വിഷയമല്ല. ഒന്ന്, രണ്ട്, ശബരിമല പറഞ്ഞില്ലെങ്കിലും അത് നീറിപ്പുകഞ്ഞു നിൽക്കുന്നൊരു പ്രശ്നമാണ്. ശബരിമലയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, അത് സൈലൻ്റ് ആണ്, വളരെ സട്ടിലായിട്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുക. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ശബരിമല വിഷയമാണ് എന്ന് അങ്ങനെ ഉറക്കെയായാലും പറഞ്ഞു. ഈ പോറ്റിയെ കയറ്റിയ പാട്ടൊക്കെ പിന്നീടാണ് നമ്മൾ പിന്നെ കേട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ അത് പ്രവർത്തിച്ചു. 2019 പ്രവർത്തിച്ചതുപോലെ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. അത് 2026 അതിൻ്റെ ചെറിയ അലയൊലികൾ ഉണ്ടാകും. പക്ഷെ അത് പൂർണ്ണമായ ഒരു രാഷ്ട്രീയ അജണ്ടയായി മാറണമെന്നില്ല. അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി വർക്ക് ചെയ്യും. ചാരം മൂടിക്കിടക്കുന്ന കനൽ എന്നൊക്കെ പറയുന്നത് പോലെ. പക്ഷേ ഇപ്പോൾ UDF ശ്രമിക്കുന്നത് പരമാവധി സെക്യുലർ വോട്ടുകൾ, BJP വിരുദ്ധ വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആവർത്തിച്ച വേറെ ഒരു വിഷയം തൊടുന്നില്ലല്ലോ. ഇനി ആകെ 14 ദിവസമേ ഉള്ളൂ. പക്ഷെ അതിനൊരു പ്രശ്നം എന്താ അജണ്ട ഉണ്ടാക്കാനാണ്? സമയം വളരെ പരിമിതമാക്കപ്പെടുകയും അവരൊരിക്കലും വിചാരിക്കാത്ത ഒരു സ്ട്രാറ്റജി ലെഫ്റ്റ് എടുക്കുകയും ചെയ്യുന്നു. നമുക്ക് ശബരിമല പറഞ്ഞും നമുക്ക് തൊഴിലില്ലായ്മ പറഞ്ഞും നമുക്ക് വീണ വിജയന്റെ കാര്യം പറഞ്ഞും ഒക്കെ സ്മൂത്തായി ജയിക്കാമെന്ന് നോക്കുമ്പോൾ അതാ ഒരു മല പോലെ ഒരു പ്രശ്നം നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി ലെഫ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മഴവിൽ സഖ്യ പരിപാടി. അവിടെ SDPI ഒരു പ്ലേ എടുക്കുന്നു, ഇപ്പുറത്ത് BJP രാജീവ് ചന്ദ്രശേഖർ പ്ലേ എടുക്കുന്നു. ലെഫ്റ്റ് ഇടയിലൂടെ ജയിക്കുമെന്നൊരു നില വന്നപ്പോൾ അവസാനത്തെ മരണവിളിയാണ് ഈ വിളിക്കുന്നത് വിചാരിക്കണം. അതാ നമ്മൾ അപ്രതീക്ഷിതമായ ഒരു ഹോളിലൂടെ വീഴാൻ പോകുന്നു. അപ്പോൾ ആ ഹോൾ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള അവസാനത്തെ വലിയ ഒച്ചപ്പാടാണ് സത്യം പറഞ്ഞ UDF കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ അവർ വിചാരിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. UDF
വരാതിരിക്കാനും LDFന്റെ തുടർച്ച ഉറപ്പാക്കാനും BJP സഹായിക്കുന്നു. അപ്പോൾ അത് മതനിരപേക്ഷ വോട്ടുകൾ ഒപ്പം തന്നെ ഒരു പ്രോ CPM വോട്ടുകളെ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇങ്ങനെയാണോ നമ്മുടെ പാർട്ടി അധികാരത്തിൽ വരേണ്ടതെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ. SDPI ഇന്നലെ വരെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന SDPI കുറിച്ച് ഇന്ന് ചോദിക്കുമ്പോൾ ഉത്തരവൊന്നും പറയാനില്ല. ഒരു ഉദാഹരണം, തൃപ്പൂണിത്തറ, അവിടെ CPM-ഉം BJP-യും UDF-ഉം BJP-യും തമ്മിൽ നേർക്കായി ഏറ്റുപിടിക്കുന്ന ഒരു മണ്ഡലമാണ്. അവിടുത്തെ ഒരു സഖാവ് നോക്കുമ്പോൾ ഇതിപ്പോ എന്താ അത് എന്നല്ല വിചാരിക്കുക. ആർക്കെതിരെ പ്രചാരണം നടത്തും? 2020-ക്കെതിരെ എന്ന് തോന്നില്ലേ? അപ്പോൾ ഇത് CPM അണികൾക്കിടയിൽ പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഈ പ്രചാരണത്തിന് സാധിക്കും. അതുകൊണ്ട് ഡീൽ ആരോപണം ഒരു ദുർബലമായ സംഗതിയാണെന്ന് വിചാരിക്കാൻ വയ്യ. അത് മതനിരപേക്ഷ വോട്ടുകളെ സമാഹരിക്കുന്നതിൽ ഗുണം ചെയ്യുന്ന ഒന്നായിരിക്കും. മറ്റ് സംഗതികൾ നേരത്തെ ഉള്ളത് ഓൾറെഡി ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്തതൊന്നും UDF വിചാരിക്കായിരിക്കും. നോക്കണം ഇനി UDF എത്ര ദിവസത്തേക്കാണ് ഇത് കൊണ്ടുപോകാൻ പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഡീൽ ആരോപണം എന്ന് പറയുന്നത് ശബരിമലയ്ക്ക് മേലെ ഉയർത്തി നിർത്തുക എന്നുള്ള സ്ട്രാറ്റജിയിൽ അവർ പോകുന്നത്. അത് വർക്കായിട്ടുമുണ്ട്.